ഞങ്ങളുടെ ഇന്റർനാഷണൽ ട്രിപ്പിലെ മെയിൻ ഡിസ്കഷൻ എപ്പോഴും ഫുഡാണ് വരാറ്. പക്ഷെ ഇപ്രാവശ്യം ചുളിവിൽ എങ്ങനെ മില്യനർ ആവാം എന്നതായിരുന്നു പ്ലാൻ. ഇതിന്റെ ABCD അറിയാതെ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിടോ 6200 രൂപ. അപ്പൊ പറഞ്ഞു വന്നത് വേൾഡിലെ സെക്കൻഡ് സ്മോളസ്റ്റ് കൺട്രിയായ മൊണോക്കയിലാണ് നമ്മളിപ്പോൾ. ഇവിടുത്തെ പോപ്പുലേഷന്റെ 40% മില്യനേഴ്സ് ആണ്. ഗാംബ്ലിംഗ് ഡെസ്റ്റിനേഷനായ മോണ്ട് കാർലോ കാസിനോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആണെങ്കിലും വാലിഡ് ID പ്രൂഫോ പാസ്പോർട്ടോ കാണിക്കും. ഈവനിങ് ആഫ്റ്റർ 7 o'clock പ്രോപ്പർ ഡ്രസ് കോഡ് ഉണ്ടെങ്കിലേ കാസിനോ എൻട്രി തന്നെ കിട്ടുള്ളൂ. ഗെയിമിംഗ് സ്റ്റേഷനിലെ ഫോൺ അലൗഡ് അല്ലാത്ത കാരണം ഞാൻ പൊട്ടിയത് നിങ്ങൾ ആരും കാണത്തില്ല. പിന്നെ അതെല്ലാം തിരിച്ചു പിടിച്ച മഹാനാണ് എന്റെ ഭർത്താവ്. ഇവിടെ മൊണോക്കയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യമാണ് ലക്ഷറി ഷിപ്പുകളും കാറുകളും. ഇപ്പോഴും രാജ്യഭരണം നിലനിൽക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ പ്രിൻസ് ട്രെയിനറിന്റെ കാർ കളക്ഷൻ എല്ലാം കാണാൻ പറ്റി. ഇവിടെ എല്ലാ വർഷവും നടക്കുന്ന വേൾഡിലെ തന്നെ F1 മോട്ടോർ റേസ് ആണ് മൊണോക്കയിലെ ഗ്രാൻഡ് പ്രിക്സ്. ഈ റേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നടക്കുന്നത് സിറ്റി സെന്ററിലെ നോർമൽ റോഡുകളിലാണ്. ഈ റേസ് കാണുന്നതിന് സിറ്റിയിൽ തന്നെയാണ് ഗ്രാൻഡ് സ്റ്റാൻഡ് ബിൽഡ് ചെയ്യുക. ഫ്രഞ്ച് റിവേറിയുടെ ഹാർബർ റോഡും സിറ്റി റോഡ്സും എല്ലാം കവർ ചെയ്തിട്ടാണ് ഈ റേസ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് റേസ് മിസ്സായെങ്കിലും കാർ ഷോ എല്ലാം കാണാൻ പറ്റി. പിന്നെ നമ്മുടെ മെയിൻ കലാപരിപാടിക്ക് ശേഷം മൊണോക്കോ പ്രിൻസിന്റെ പാലസ് കാണാൻ പോയി. എക്സ്പെൻസീവ് കൺട്രി ആയതുകൊണ്ട് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ആണ് ഞങ്ങൾ കൂടുതലും യൂസ് ചെയ്തത്. ഈ പാലസിൽ നിന്നുള്ള ടോപ്പ് വ്യൂ എന്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. എന്റെ മൊണോക്കോ നമുക്ക് ഈ പാലസിൽ നിന്ന് കാണാം. ക്ലിയർ ക്രിസ്റ്റൽ വാട്ടറും ഷിപ്പ് യാർഡും ഈ ബിൽഡിംഗ്സ് എല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. ഇനി നിങ്ങൾക്ക് എന്റെ മില്യനേറെ കാണണ്ടേ? ദാണ്ടേ ഇരിക്കുന്നു.